യുഎസ് പ്രസിഡന്റായി ചുമതലയേറ്റതിനു പിന്നാലെ കടുത്ത ഉത്തരവുകളുമായി ഡൊണാൾഡ് ട്രംപ്. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിന്മാറി. അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവിക പൗരത്വം ലഭിക്കുന്ന നിയമം റദ്ദാക്കി. ആദ്യ ദിനം 200-ലേറെ ഉത്തരവിലാണ് ട്രംപ് ഒപ്പിട്ടത്. കുടിയേറ്റക്കാർക്ക് തിരിച്ചടിയാകുന്ന ട്രംപിന്റെ പുതിയ തീരുമാനമാണ് അമേരിക്കൻ പൗരത്വമില്ലാത്ത മാതാപിതാക്കൾക്ക് രാജ്യത്ത് ജനിക്കുന്ന കുട്ടികളുടെ ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള ഉത്തരവ്. തീരുമാനത്തിനെതിരെ അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരും പൗരാവകാശ അഭിഭാഷകരും പരാതി നൽകി. ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറുകയാണ് എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം നേരിടാനുള്ള ആഗോള ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഈ തീരുമാനം. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറി. ട്രംപിന്റെ തീരുമാനത്തിൽ ഖേദിക്കുന്നതായി WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗെബ്രിയോസ് പറഞ്ഞു. അയൽ രാജ്യങ്ങളായ കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഫെബ്രുവരി 1 മുതൽ 25% തീരുവ ചുമത്തും എന്നുള്ളതാണ് മറ്റൊരു തീരുമാനം. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത മണിക്കൂറുകൾക്കുള്ളിലാണ് യുഎസിന്റെ 2 പ്രധാന വ്യാപാര പങ്കാളികൾക്കെതിരെ ട്രംപ് ഭീഷണി മുഴക്കുന്നത്. അമേരിക്കയിലേക്കുള്ള നിയമവിരുദ്ധ കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും തടയുന്നതിൽ കാനഡയും മെക്സിക്കോയും പരാജയപ്പെട്ടു എന്ന് ട്രംപ് ആരോപിച്ചു. പ്രസിഡന്റായി സ്ഥാനാരോഹണം ചെയ്ത ശേഷമുള്ള പ്രസംഗത്തിൽ തന്നെ തന്റെ നിലപാടുകൾ ട്രംപ് വ്യക്തമാക്കിയതാണ്. അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കാൻ അമേരിക്കൻ മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ട്രംപ് പനമ കനാലിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കുമെന്ന ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനവും പ്രാബല്യത്തിലായി. ക്യൂബയെ ഭീകരരാഷ്ട്ര പദവിയിൽ നിന്ന് പിൻവലിക്കാനുള്ള തീരുമാനം റദ്ദാക്കുന്ന ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചു. അതേസമയം യുഎസിൽ നിരോധനം ഏർപ്പെടുത്തിയ ടിക്ടോക്കിന് നിയമപരമായി പ്രവർത്തിക്കാൻ ട്രംപ് 75 ദിവസത്തെ സാവകാശം അനുവദിച്ചു. ടിക്ടോക്ക് ഏറ്റെടുക്കാൻ അമേരിക്കയിൽ നിന്ന് ഉടമസ്ഥനെ കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം. ചൈനയുടെ ഉടമസ്ഥതയിൽ നിന്ന് മാറ്റിയാൽ നിരോധനം പിൻവലിക്കുമെന്നും ട്രംപ് അറിയിച്ചു. അധികാരമേൽക്കുന്നതിന് തൊട്ടുമുൻപായി സ്വന്തം ക്രിപ്റ്റോ ടോക്കൺ പുറത്തിറക്കിയാണ് ട്രംപ് ഞെട്ടിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV.